സുഹൃത്തെ, ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന വളരെ സിമ്പിളായതും വളരെ വേഗത്തിൽ റിസൾട്ട് കൊണ്ടുവരുന്ന ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡുണ്ട്. സ്ക്രിപ്റ്റിംഗ് മാനിഫെസ്റ്റേഷൻ. നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ഒരുപോലെ പ്രാക്ടീസ് ചെയ്യാവുന്ന വളരെ വേഗത്തിൽ റിസൾട്ട് ഉണ്ടാക്കി തരുന്ന ഒരു മെത്തേഡ്. വളരെ ലളിതമായ 5 സ്റ്റെപ്പുകൾ മാത്രം ഫോളോ ചെയ്താൽ മതി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, 5 സ്റ്റെപ്പുകൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നമ്പർ 1, സ്ക്രിപ്റ്റിംഗ് മെത്തേഡിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൂർണ്ണ വിശ്വാസത്തോടു കൂടിയായിരിക്കണം ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എൻ്റെ ഈ പ്രിയ സുഹൃത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നെഞ്ചിൽ കൈവച്ച് കണ്ണടച്ച് 3 തവണ ഇനി പറയുന്ന അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി സ്റ്റെപ്പ് നമ്പർ 2, ഒരു പുതിയ നോട്ട്ബുക്ക്, ഒരു പുതിയ പേന ഇതിനായിട്ട് മാത്രം മാറ്റിവെക്കുക. പറ്റുമെങ്കിൽ ബ്ലാക്ക് പേനയാണ് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി ഒരു നോട്ട്ബുക്കൊക്കെ എടുത്ത് എഴുതാൻ മടിയുള്ള ആളുകൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ടൈപ്പ് ചെയ്തും ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം എൻ്റെ ഈ പ്രിയ സുഹൃത്ത് എന്താണോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്, അതായത് വളരെ വേഗത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗോൾ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് കണ്ണടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുത്താൽ അല്ലെങ്കിൽ നേടിക്കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു മൊമെൻ്റ്, അതെല്ലാം പുഞ്ചിരിയോട് കൂടിയിട്ട് നന്നായിട്ട് ഒരു 5-10 മിനിറ്റ് അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇനി സ്റ്റെപ്പ് നമ്പർ 3, നേരത്തെ സൂചിപ്പിച്ച പോലെ എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ക്ലാരിറ്റിയാണ് നമുക്ക് ആദ്യം വേണ്ടത്. നമുക്കെല്ലാവർക്കും ഉണ്ടാകും 1000 സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും. എന്നാൽ ഈ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്കിൽ തുടക്കത്തിൽ ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം പ്രാക്ടീസ് ചെയ്യേണ്ടത്. ചെറിയ ഗോളുകൾ നേടിയെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം അനുഭവിച്ചറിഞ്ഞ ശേഷം, അതറിഞ്ഞാൽ പിന്നീട് വലിയ വലിയ ഗോളുകൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നമുക്ക് തന്നെ ചരിത്രം സൃഷ്ടിക്കാൻ സാധിക്കും. എൻ്റെ ഈ പ്രിയ സുഹൃത്തിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം, നമ്മുടെ ജീവിതത്തിലെ ഓരോ ഗോളുകളെക്കുറിച്ചും വളരെ വിശദമായിട്ട് ഒരു കഥ എഴുതുന്നത് പോലെ നമ്മൾ തന്നെ സ്വയം എഴുതി തയ്യാറാക്കുന്നതിനെയാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇനി സ്റ്റെപ്പ് നമ്പർ 3, ഉദാഹരണത്തിന് ഒരു വീട് വേണം എന്നാണ് എൻ്റെ ഈ പ്രിയ സുഹൃത്ത് ആഗ്രഹിക്കുന്നത് എങ്കിൽ ആദ്യം ആ വീടിനെക്കുറിച്ചുള്ള ചിത്രം വ്യക്തമായിട്ട് മനസ്സിൽ ഉണ്ടായിരിക്കണം. അതിൻ്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം, എത്ര റൂം വേണം, ഏത് കളർ പെയിൻറ് വേണം, അതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ഒന്ന് കണ്ണടച്ച് ഓർക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ അനുഭവിച്ചറിയാൻ കഴിയണം. നാളെ നടക്കാൻ പോകുന്ന കാര്യം
നടന്നു എന്നുള്ള രീതിയിലായിരിക്കണം ഈ സ്ക്രിപ്റ്റിംഗ് മെത്തേഡിൽ എഴുതേണ്ടത്. അതായത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് സ്വപ്നം ആയിക്കൊള്ളട്ടെ, അത് നേടിക്കഴിഞ്ഞാലുണ്ടാകുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ലേ, അതെല്ലാം ഒരു കഥ എഴുതുന്നത് പോലെ ഈ നോട്ട്ബുക്കിൽ എഴുതുക. ആ എഴുതുന്ന സമയത്ത് ചുമ്മാ എഴുതാതെ വളരെ ഫീലിങ്ങോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു എത്രത്തോളം നമുക്ക് ആ ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം ഫീലിംഗ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ഓരോ വരികളും നമ്മൾ എഴുതേണ്ടത്. ഇനി സ്റ്റെപ്പ് നമ്പർ 4. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇത് എഴുതേണ്ടത് അതിരാവിലെയോ ഉറങ്ങുന്നതിന് തൊട്ടു മുന്നെയോ ആണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നല്ല റിലാക്സ് ആയിട്ട് കണ്ണടച്ച് 1 മിനിറ്റ് ഇരിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നോട്ട്ബുക്കും പേനയും എടുത്ത് എഴുതുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന വീടിൻ്റെ റൂമിലിരുന്ന് നിങ്ങൾ എഴുതുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. നമ്മുടെ വീട്ടിലെ റൂമുകളെക്കുറിച്ചും ഓരോ റൂമിലെ ഇൻറ്റീരിയർ ഡിസൈന് എല്ലാം കണ്ണടച്ച് കൺമുന്നിൽ വന്ന് നിറയണം. ആസ്വദിച്ച് എഴുതുക. ആ ഫീലിങ്ങിൽ അലിഞ്ഞു ചേർന്ന് എഴുതുന്ന രീതിയിലായിരിക്കണം ഓരോ വരികളും എൻ്റെ ഈ പ്രിയ സുഹൃത്ത് എഴുതേണ്ടത്. ഇനി നമ്പർ 5, അതായത് സ്റ്റെപ്പ് നമ്പർ 5. ഇത് എപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുന്നെയോ അല്ലെങ്കിൽ അതിരാവിലെയോ ആണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഒരു കാര്യത്തിനായിട്ട് ഒരു തവണ മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. ഒരു തവണ എഴുതി കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഉടനെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇനി രാത്രിയാണ് എഴുതുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ടും ഫീലിംഗ് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തവണ വായിച്ചിരിക്കണം. അതായത് ആഗ്രഹിച്ച കാര്യം ലഭിച്ചു എന്നുള്ളൊരു ഫീലിങ്ങിലായിരിക്കണം എൻ്റെ ഈ പ്രിയ സുഹൃത്ത് ആ ഒരു സ്ക്രിപ്റ്റിംഗ് വായിക്കേണ്ടത്. ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, എത്ര തവണ പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതിലോ, അല്ലെങ്കിൽ എത്ര പേജ് എഴുതി എന്നുള്ളതിലോ, അല്ലെങ്കിൽ എപ്പോഴാണ് എൻ്റെ ഈ പ്രിയ സുഹൃത്ത് ഇത് പ്രാക്ടീസ് ചെയ്തത് എന്നതിലൊന്നുമല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓരോ വരികളും എഴുതുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ച കാര്യം നേടിക്കഴിഞ്ഞാലുള്ള ആ ഒരു ഫീലിങ്ങിൽ അലിഞ്ഞു ചേർന്ന് എഴുതുന്ന രീതിയിലായിരിക്കണം. എത്രത്തോളം ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നോ അത്രത്തോളം വേഗത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ നിങ്ങളിലേക്ക് എത്തിയിരിക്കും. സ്ക്രിപ്റ്റിംഗ് മെത്തേഡിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള ഈ 5 സ്റ്റെപ്പുകളും പൂർണ്ണ വിശ്വാസത്തോടു കൂടിയായിരിക്കണം എൻ്റെ ഈ പ്രിയ സുഹൃത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ മനസ്സിൽ ചെറിയ അണുമണി തൂക്കം സംശയം വന്നു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നേടാൻ സാധിക്കുമോ, അതെങ്ങനെയാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കരുത്. നമ്മൾ സംശയത്തോടു കൂടിയിട്ട് ഏതൊരു മാനിഫെസ്റ്റേഷൻ മെത്തേഡും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ലഭിക്കാൻ ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ആ കറക്റ്റ് സമയത്ത് എന്നിലേക്ക് വന്നു ചേരും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. ഒരിക്കലും സംശയത്തോടു കൂടി അതിനെക്കുറിച്ച് സംസാരിക്കരുത്. കാരണം ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് എന്നിലേക്ക് വന്ന് നിറയുന്നത്. ഞാൻ ഇപ്പോൾ സന്തോഷത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ സന്തോഷം വന്നു നിറയും. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് ലഭിക്കാൻ സമയമെടുക്കും, അങ്ങനെയൊന്നും എനിക്ക് ലഭിക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ പ്രിയ സുഹൃത്ത് പൂർണ്ണ വിശ്വാസത്തോടു കൂടിയായിട്ടായിരിക്കണം ഏതൊരു മാനിഫെസ്റ്റേഷൻ മെത്തേഡും ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് ഈ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുക. ഒരിക്കൽ കൂടി എൻ്റെ ഈ പ്രിയ സുഹൃത്തിന് ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസം സമ്മാനിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് ആഷിഖ് തിരൂർ.